പ്രൈസിലോട്ട് ഹല്ലേലൂയ. അല്പസമയം മെസ്സേജ് എടുക്കേണ്ടതായിരിക്കുന്നു. ഇതിൽ ഇന്നത്തെ ദിവസം ഒരു നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവ്, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ കർത്താവെ, ഇനി വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പിതാവിൻ്റെയും പുത്രൻ്റെയും വിശുദ്ധാത്മാവിൻ്റെയും നാമത്തെ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയും കർത്താവെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന അനേകം ആൾക്കാർക്ക് വിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നിറയ്ക്കണമേ കർത്താവെ, യേശുവിൻ്റെ നാമത്തെ പിതാവേ, ആമേൻ. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഇന്ന് എല്ലാ ക്രിസ്തീയ സഭകളും നമുക്കറിയാം ഒരു ഹോളി വീക്ക് സ്റ്റാർട്ട് ചെയ്യുവാണ്. എല്ലാ ക്രിസ്തീയ സഭകളും നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ലോകത്തിൽ അവർ വിശുദ്ധമായ ഒരു ആഴ്ച എന്ന് പറയും കൊണ്ടാടുകയാണ്. വാസ്തവത്തിൽ ഇന്ന് വിശുദ്ധ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവർക്കും ഒരു വിശുദ്ധ വാരമെന്ന് പറയാനായിട്ട് പറ്റത്തില്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവർക്കും എല്ലാ ദിവസവും വിശുദ്ധമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ജസ്റ്റ് ഇന്ന് പാം സൺഡേ ഞാനൊക്കെ കത്തോലിക്ക സഭയായിരുന്നപ്പോൾ അവിടുന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതും, പ്രൈസ് ദി ലോർഡ്, തുടർമാനമായിട്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് കത്തോലിക്ക സഭയിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അതിൽ പുറത്തു വന്നത് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കത്തോലിക്ക സഭയായിരുന്നു. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് കുരുത്തോല കൊണ്ടുകൊണ്ട് നമുക്ക് തെങ്ങിൻ്റെ ഓല കൊണ്ടുവന്നിട്ട് എല്ലാവർക്കും കൊടുക്കുന്നു. വാസ്തവത്തിൽ ഓലയുടെ കാര്യമല്ല, മറിച്ച് യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത കാര്യത്തിൻ്റെ അതിൻ്റെ ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്ന ഒരാഴ്ചയാണ്. അന്ന് അങ്ങനെ വേണം നമുക്ക് കണക്കാക്കാനായിട്ട്. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള വിജയകരമായ, നമുക്കറിയാം ഇന്നത്തെ പാം സൺഡേ അതിൻ്റെ പ്രത്യേകത ജസ്റ്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ജെറുസലേമിലേക്കുള്ള വിജയകരമായ പ്രവേശനത്തെ അനുസ്മരിക്കുന്ന ഒരു ദിനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈന്തപ്പന ഞായറാഴ്ച, ഓശാന ഞായറാഴ്ച, ഹല്ലേലൂയ. വിശുദ്ധ ഭാരത്തിൻ്റെ തുടക്കം കുറിക്കുന്നു. പ്രവചനം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രവചനം നിറവേറ്റുന്ന എളിയ മിശിഹായായി കഴുതപ്പുറത്തെത്തുന്നതും പ്രവചനം, അതാണ് ഏറ്റവും പ്രധാനം നോക്കുന്നത്. പ്രവചനം നിറവേറ്റപ്പെടുകയാണ് ഇതിലൂടെ. പ്രവചന നിർവൃത്തിക്ക് വേണ്ടിയാണ് യേശുക്രിസ്തു കഴുതയുടെ പുറത്ത് കയറിയത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രവചനം നിറവേറ്റുന്ന എളിയ മിശിഹായായി കഴുതപ്പുറത്തെത്തുന്നതും മരണത്തിനും പുനരുദ്ധാനത്തിനും മുമ്പുള്ള അവസാന ആഴ്ചയിലെ ശുശ്രൂഷയുടെ തുടക്കവും ഇത് സൂചിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തുടർമാനോട് നമുക്കറിയാം സിയോൻ നമുക്കറിയാം മത്തായി സുവിശേഷം 21:4 പറയുന്നു. തുടർമാനോട് നമുക്കറിയാം വിജയത്തിന്റെ പ്രതീകമായി ജനക്കൂട്ടം ഈന്തപ്പന കൊമ്പുകൾ വീശുകയും അവനെ രാജാവായി വാഴ്ത്തുകയും ചെയ്യുന്നു. മത്തായി സുവിശേഷം 21:4 പറയുന്നു, സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിന്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ. പ്രൈസ് ഇത് ഓൾറെഡി, പ്രൈസ് ലോർഡ്, നമുക്കറിയാം പഴയ നിയമത്തിൽ ഓൾറെഡി പ്രൊഫസി ചെയ്തിരുന്നു യേശു ക്രിസ്തുവിൻ്റെ ഈ ട്രയംബൽ എൻട്രി. പ്രൈസ് ലോർഡ്, കഴുതപ്പുറത്ത് കയറി വരുന്ന യേശു ക്രിസ്തുവിനെ കുറിച്ച് നമുക്കറിയാം പഴയ നിയമ പുസ്തകത്തിൽ എഴുതപ്പെട്ടിരുന്നു. സക്രയുടെ പുസ്തകം വായിക്കുകയാണെങ്കിൽ നമുക്കറിയാം എന്നിങ്ങനെ പ്രവാചകന്മാർ മുഖാന്തരമായി ചെയ്തിരുന്ന നിവൃത്തിവാൻ എന്ത് സംഭവിച്ചു. നമുക്കറിയാം യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും ഉയർത്തെഴുന്നേൽപ്പും കുരിശുമരണവും എല്ലാം ഇത് പ്രവാചകന്മാർ പറഞ്ഞ കാര്യമാണ് നടന്നത്. പ്രൈസിലോ, അല്ലാതെ ഒരാൾ എഴുതി വെച്ച് ആകസ്മികമായിട്ട് സംഭവിച്ചതല്ല. എന്തൊക്കെ യേശുക്രിസ്തു ചെയ്തിട്ടുണ്ടോ അതെല്ലാം പ്രവാചകന്മാർ മുൻകൂട്ടി പറഞ്ഞതാണ്. പ്രവാചക പുസ്തകത്തിൽ എഴുതപ്പെട്ടതാണ് കറക്റ്റായിട്ട് വന്നു. പ്രൈസിലോ, ഹല്ലേലൂയ. യേശുക്രിസ്തു കൊണ്ടൊരു വാക്ക് പറഞ്ഞാൽ പോലും അത് പ്രവാചകന്മാർ പറഞ്ഞ കാര്യങ്ങൾ ഫുൾഫിൽമെന്റിലേക്ക് വരുവാണ്. ചുമ്മാതെ യേശുക്രിസ്തു പാഴ്വാക്ക് പറഞ്ഞിട്ടില്ല, ചുമ്മാതെ യേശുക്രിസ്തു സംസാരിച്ചിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ ജീവിതവും സംസാരവും നമുക്കറിയാം, ജനനവും കുരിശുമരണവും നമുക്കറിയാം ജെറുസലേമിലേക്കുള്ള ഈ യാത്രയും മൊത്തം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ഓശാന ഞായറെന്ന് വെച്ച് പറയുന്ന ആ ദിവസം മൊത്തം പ്രവാചകന്മാർ മുഖാന്തരം ഓൾറെഡി പഴയ നിയമ പുസ്തകത്തിൽ ഓൾറെഡി പ്രവചിച്ച് ദൈവത്തിന്റെ ആത്മാവിനാൽ പ്രവചിക്കപ്പെട്ട് എഴുതപ്പെട്ടതാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായി സുവിശേഷം 21:8 പറയുന്നത്, പുരുഷാരം മിക്കതും തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു, മറ്റു ചിലർ വൃക്ഷങ്ങളിൽ നിന്ന് കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിന്നും നടന്ന പുരുഷാരം ദാവീദ് പുത്രന്റെ ഹോശാന, കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവനെന്ന് അത്യുന്നതങ്ങളിൽ ഹോശാന എന്നാർത്തിക്കൊണ്ടിരുന്നു. അതാണ് നമുക്കറിയാം യേശുക്രിസ്തു നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നമ്മുടെ പ്രൈസാണ്, നമ്മുടെ താങ്ക്സ് ഗിവിംഗ് ആണ്. നമ്മൾ യേശുക്രിസ്തുവിനെ
നമ്മൾ ഏത് സമയം താങ്ക്സ് പറയാനാ പിതാവായ ദൈവം യേശുക്രിസ്തുവിലൂടെ ആഗ്രഹിക്കുന്നു. നമ്മൾ താങ്ക്സ് പറയണം. നമ്മുടെ ജീവിതം നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് രക്ഷിക്കപ്പെട്ട ആൾക്കാർക്ക് ഇവിടെയും പറയും, അവർക്കാണല്ലോ ദൈവവിശ്വാസമുള്ളത്. അതുകൊണ്ടാണല്ലോ രക്ഷിക്കപ്പെട്ടത്. ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പറയുന്നല്ലോ, നിങ്ങൾ രക്ഷയിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ പഴയകാല ജീവിതം എന്ന് പറഞ്ഞു, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടതിന് ശേഷമുള്ള നിങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞു, അതൊന്ന് കമ്പയർ ചെയ്ത് നോക്കി. എത്രമാത്രം ഈ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിച്ചു, നിങ്ങളെ വർദ്ധിപ്പിച്ചു, നിങ്ങളെ ഉയർത്തി, നിങ്ങളെ ബലവാനാക്കി. ഇത് സർവശക്തിയുള്ള ദൈവമല്ലേ ഇത്? അതോർത്ത് നമ്മളൊന്ന് എല്ലാ ദിവസവും കർത്താവിന് സ്തോത്രം പറയാനായിട്ട് ദൈവത്തിന് വിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം പറയുമ്പോൾ നമുക്കറിയാം, തുടർന്നോട്ട് വായിക്കാൻ നിൽക്കുന്നു, അവൻ ജെറുസലേമിൽ കടന്നപ്പോൾ നഗരം മുഴുവനും ഇളകി, ഇവൻ ആർ എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. തുടർന്നോട്ട് പറയുന്നു, കുരുടം ഇവൻ ഗലീലയെ നസ്രത്തിൽ നിന്നുള്ള യേശു എന്ന് പുരുഷാരം പറഞ്ഞു. യേശുവിൻ്റെ പേര് പ്രസിദ്ധമായിരുന്നു. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മുടെ പേരും പ്രസിദ്ധമാകണം. ക്രിസ്തു യേശുവിലെ പ്രസിദ്ധമാകണം, അല്ലാതെ മോശമായ ജീവിതം നയിച്ചിട്ടില്ല. ക്രിസ്തു യേശുവില്ല പ്രസിദ്ധമാകണം. ഞാനൊക്കെ കർത്താവിൻ്റെ വേല ചെയ്യുമ്പോൾ നമുക്കറിയാം, സ്ട്രീറ്റുകളിൽ കർത്താവിൻ്റെ വചനം തടസ്സപ്പെടുത്താനായിട്ട് സ്ത്രീകൾ പേരും വന്ന് ശല്യം ചെയ്യാറുള്ളത്. അവർ നല്ല വിട്ടുമാറി. സ്ത്രീകൾ വരുമ്പോൾ പരപ്പാൻ ഞാൻ അവരോട് പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾ തന്നെ വരാതെ വേറെ ആൾക്കാരെയും കൂട്ടി പറഞ്ഞു. കർത്താവിൻ്റെ വേലയിൽ നിന്ന് നമ്മളെ തടസ്സപ്പെടുത്തുവാനായിട്ടും ഇങ്ങനെയെങ്കിലും പിശാചിന് നമ്മുടെ കർത്താവിൻ്റെ വേല തടസ്സപ്പെടുത്തി കളയണം. പക്ഷെ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓൾറെഡി മുൻകൂട്ടി അറിയിച്ച് തന്നതനുസരിച്ച് പ്രൈസ് ദി ലോർഡ്, ആ വരുന്ന ആൾക്കാർ ഈ ദൈവത്തിൽ നിന്നുള്ളതെല്ലാം മറിച്ച് അന്ധകാര ശക്തികളാൽ നയിക്കപ്പെട്ട ആൾക്കാരാണെന്ന് അറിയിക്കുകയും പിന്നീട് അവിടെ നിന്ന് മാറുകയും ചെയ്യും. ഇടാനായിട്ട് ഇടവന്നു. നമുക്കറിയാം കർത്താവിൻ്റെ വേല മറ്റുള്ളവരുടെ എത്തണം. അതെങ്ങനെയും കർത്താവിന് വേല ചെയ്യുന്ന ആൾക്കാരെ നശിപ്പിക്കാനായിട്ട് പിശാച് ഒരു അന്ധകാര ശക്തികൾ നമുക്കെതിരെ നിൽക്കുന്നുണ്ട്. വലിയ സ്പിരിച്വൽ വാർഫെയറിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ഏത് സമയം കർത്താവിന് താങ്ക്സ് പറയണം. ഇന്നത്തെ ദിവസത്തെ ഓർത്ത് താങ്ക്സ് പറയണം. നാളത്തെ ഓർത്ത് ചെയ്യാൻ പോകുന്നതിനോട് താങ്ക്സ് പറയണം, സ്തോത്രം പറയണം. സ്തോത്രത്തോടു കൂടി എല്ലാ പ്രാർത്ഥനയും കർത്താവിനോട് നമ്മൾ അറിയിപ്പിക്കുക എത്രയേ വേണ്ടത്. പ്രൈസ് അങ്ങനെ എല്ലാ കാര്യം സ്തോത്രത്തോടുകൂടി കർത്താവിനെ അറിയിക്കുമ്പോൾ സകല ബുദ്ധിയും കഴിയുന്ന വലിയൊരു ദൈവിക സമാധാനം നമ്മളിലേക്ക് വരും. ഈ ഡിപ്രഷൻ എല്ലാം മാറി, ആങ്സൈറ്റി എല്ലാം മാറി. പ്രൈസ് ലോർഡ്. ഈ ദൈവിക സമാധാനം നമ്മളിലേക്ക് വരും. ദൈവിക സമാധാനം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ഭുതമാണ്. പ്രൈസ് ലോർഡ്. സമാധാനം വന്നു കഴിഞ്ഞാൽ അത്ഭുതമാണ്. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ടെൻഷനും ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഒരു ടെൻഷനും ഇല്ല. കാരണം യേശു ക്രിസ്തു എൻ്റെ ജീവിതം ഏറ്റെടുത്ത് കഴിഞ്ഞു. ഇന്നുമല്ല തന്നെ എന്നെ കേൾക്കുന്ന എല്ലാവരും നമ്മുടെ ജീവിതം നമ്മൾ കർത്താവിന് സമർപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല, ആയാലൊപ്പേണ്ട കാര്യമില്ല. കർത്താവ് നമ്മുടെ ജീവിതം എടുത്ത് കർത്താവ് നമ്മുടെ ജീവിതം ഭംഗിയായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സഹായിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ മത്തായി 21:5 പറയുന്നത്, എന്നാൽ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവൻ ചെയ്ത അത്ഭുതങ്ങളെയും ദാവീദ് പുത്രന്റെ ഹോസാന ഇന്ന് ദേവാലയത്തിൽ ആർക്കുന്ന ഭാര്യമാരെയും കണ്ടിട്ട് നീരസപ്പെട്ടു. ഇവൻ പറയുന്നത് കേൾക്കുന്നു എന്നവരോട് ചോദിച്ചു. യേശു അവരോട്, ഉവ്വ്, ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നിന്ന് നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? പ്രൈസ്. ശിശുക്കളുടെയും മുല കുടിക്കുന്നവരുടെയും വായിൽ നീ പുകഴ്ച ഒരുക്കിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? അതും എഴുതപ്പെട്ടിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ചെറിയ പിള്ളേരോട്ട് എല്ലാവരും സ്തുതിക്കുമെന്നതും ദൈവത്തിൽ വിശുദ്ധാത്മാവ് ഓൾറെഡി നമുക്കറിയാം പിന്നെ പഴയ നിയമ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. എല്ലാ ഫുൾഫിൽമെന്റും യേശുക്രിസ്തുവിന്റെ മരണത്തിന് മുമ്പ് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പിതാവായ ദൈവം കൊടുത്ത ഡ്യൂട്ടി എല്ലാം നിറവേറ്റി കഴിഞ്ഞു. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പെട്ടതുള്ളൂ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ലോകത്തിലേക്ക് വന്നത്? ഈ ഹോളി വീക്കിന്റെ പ്രത്യേകത എന്നതാണ്. ഈ ഹോളി വീക്കിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, ജോൺ ചാപ്റ്റർ 3:16 ഇതിൽ പറയുന്നത്, തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതിൽ പറയുന്നത്, ദൈവം തന്റെ പുത്രനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല, ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാൻ അത്രയും. പ്രൈസ് ദി ലോർഡ്. അവനിൽ വിശ്വസിക്കുന്ന ഏവനും ന്യായവിധിയില്ല, ശിക്ഷാവിധിയില്ല, കണ്ടംനേഷൻ ഇല്ല.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായ ന്യായവിധി വന്നു കഴിഞ്ഞു. ഈ വചനം അതാണ് ഗോസ്പൽ പ്രീച്ചറിന്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കർത്താവിന്റെ വചനം പ്രസംഗിച്ചുവെങ്കിൽ മാത്രമേ അനേകം ആൾക്കാരെ എത്തത്തുള്ളൂ. അല്ലെങ്കിൽ ആൾക്കാർ കർത്താവിനെ അറിയത്തുള്ളൂ. ഞാനൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആൾക്കാർക്ക് യേശുക്രിസ്തുവിനെ അറിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു. അവർ പറയുന്നത് മരണത്തിന് ശേഷം ജീവനമില്ലെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു മരണത്തിന് ശേഷം നമ്മുടെ ജീവിതം ആരംഭിക്കുന്നു. ഈ ലോക ജീവിതമല്ല, മരണത്തിന് ശേഷമാണ് നമ്മുടെ ജീവിതം ആരംഭിക്കുന്നത്. നിത്യജീവൻ യേശുക്രിസ്തുവിനോട് കൂടെ. പ്രൈസ് ദി ലോർഡ്. അനേകം ആൾക്കാർ രക്ഷയിലേക്ക് വന്നു, അനേകം പേര് സ്നാനപ്പെട്ടു. എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്, നമ്മൾ ദൈവത്തെ താങ്ക്സ് പറയണം. യേശുക്രിസ്തു ട്രയംബൽ എൻട്രി, ആ ജെറുസലേമേറ്റിയുള്ള കടന്നു വരവിൽ ആൾക്കാർ സ്തുതിയും സ്തോത്രം കൊടുത്തു. അതിന് കർത്താവ് കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്തായി സുവിശേഷം 21:14 വാക്യം, കുരുടന്മാരും മുടന്മാരും ദേവാലയത്തിൽ അവന്റെ അടുക്കൽ വന്നു, അവൻ അവരെ സൗഖ്യമാക്കി. പ്രൈസ് ദി ലോർഡ്. ഹി ഹീൽഡ് ദം. ഹീലിംഗ് ചെയ്തു. അതാണ് നമ്മുടെ ദൈവം. ഒരു സ്തുതിയുടെ മുകളിൽ അത്ഭുതങ്ങളുണ്ട്. നമ്മൾ കർത്താവിനെ സ്തുതിച്ച് അടയാളങ്ങൾ ചെയ്യും, അത്ഭുതങ്ങൾ ചെയ്യും, വീര്യപ്രവൃത്തികളും അസാധ്യമായ കാര്യം നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. നമ്മൾക്കെതിരെ കൈ പൊക്കിയിരിക്കുന്ന സിംഹത്തെയും കടുമയും 1000 ജനങ്ങളെയും നമ്മൾ നോക്കേണ്ട കാര്യമില്ല. യഹോവ നമുക്ക് ചുറ്റും പരിചയം നമ്മുടെ തലയുയർത്തുന്നതിനുമാണെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. യഹോവ എഴുന്നേൽക്കുന്നു, നിങ്ങളുടെ ശത്രുക്കൾ ചെതറുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കണ്ട് നിന്റെ ശത്രുക്കളെ കണ്ടും നിന്റെ ചെവി നിന്നോട് എതിർക്കുന്ന ദുഷ്കർമ്മയിൽ കിട്ടും രസിക്കുമെന്ന് ദൈവത്തിന്റെ വിശുദ്ധാത്മ പുസ്തകത്തിൽ എഴുതിയിരിക്കും. അതുകൊണ്ട് നമുക്കെതിരെ കൈ ഉയർത്താൻ നമ്മൾ നോക്കേണ്ട കാര്യം. അവരെന്നൊക്കെ വീണ് പോവിടും, അവരൊക്കെ എന്നൊക്കെ വീണെന്ന് നിലവിളിച്ച് ലോകത്തിൽ നിന്ന് മാറ്റപ്പെടും. കർത്താവിൽ ആശ്രയിക്കുന്നതിൽ വീണ്ടും കഴിവന്മാരെ പല ചിത്രങ്ങൾ ചിറടിച്ചു വരും. അവർ ഓടിയാൽ തളരത്തില്ല. ദൈവവചനം പ്രസംഗിക്കുന്നവരെന്നും നിലനിൽക്കും. അവരെ കുടുംബം നിലനിൽക്കും. അവർ നശിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. പ്രവാചകന്മാരെ മുഖാന്തരം മാത്രമല്ല, കർത്താവ് ഡയറക്റ്റ് ആയിട്ടും വെളിപാട് കൊടുത്ത് അവരെ സംരക്ഷിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൊട്ടക്ട് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോൾ ഇന്നത്തെ ഹോളി വീക്കിൽ നമ്മൾ ആചരിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൈവത്തിന്റെ ആ കർത്താവിന്റെ മഹാകരുണ. കർത്താവ് നമ്മളെ രക്ഷിക്കാനായിട്ട് ലോകത്തിൽ വന്നു. ആ രക്ഷയുടെ പൂർത്തീകരണം ഈ ഹോളി വീക്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഒരേ ഒരു കാര്യം, നമ്മുടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ മൊത്തം നമുക്ക് താങ്ക്സ് പറയാം. നമുക്ക് നന്ദിയുള്ളവരായിരിക്കും. ഒരാളെയും നോക്കേണ്ട കാര്യമില്ല. വചനം പറയുമ്പോൾ അനേകം പേരെ കളിയാക്കും, ചിരിക്കും. അവർ ഈ ചിരിയോടുകൂടി അവർ നരകത്തിലേക്ക് പോകും. അവർ സ്വർഗത്തിലോ നരകത്തിലോ വചനത്തിനെതിരായിട്ട് നിൽക്കുന്നവർ നരകത്തില്ലാതെ എവിടെയാണ് പോകുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വചനം പ്രസംഗിക്കുമ്പോൾ കളിയാക്കുന്നവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. സത്യദൈവത്തെ പ്രഘോഷിക്കുക. എനിക്ക് ഇന്നലെ ക്രോഡോണിലെ കർത്താവിനാണ് വചനം പ്രസംഗിച്ചത്. ആൾക്കാർ രക്ഷയിലേക്ക് വന്നു. അനേകം ആൾക്കാർ കർത്താവിനെ അറിയട്ടെ. ഈ ദൈവവേല നമുക്ക് ശക്തമായിട്ട് ചെയ്യാം. അനേകം ആൾക്കാർ ദൈവത്തെ അറിയാനായിട്ട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കും. അനേകം ആൾക്കാർ ദൈവത്തെ അറിയാനായിട്ട് ഇടപെടട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഈ ദൈവത്തിൻ്റെ ശക്തി മഹാശക്തിയുള്ള ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തെ നമുക്ക് പ്രഘോഷിക്കാം. പ്രൈസ് ദി ലോർഡ്. ഒരു പ്രാർത്ഥിക്കും. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിൻ്റെ നാമത്തെ കർത്താവ് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തി കർത്താവ് പ്രാർത്ഥിക്കുന്നു. പുണ്യ കർത്താവെ, പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തെ കർത്താവ് ഈ കേൾക്കുന്ന ഓരോ വ്യക്തി കർത്താവ് സ്തോത്രം ചെയ്യുന്നു. എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈ വചനത്തിൻ്റെ ഈ ഹോളി വീക്ക് കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, അവരുടെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങൾ, കർത്താവിൻ്റെ ആ പ്രവൃത്തി ധ്യാനിച്ച് സ്തോത്രം ചെയ്യാനൊക്കെ കൊടുക്കണം. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ സമർപ്പിക്കുന്നു. ഇൻ ജീസസ് നെയിം ഐ പ്രേ. ആമേൻ.